നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം വെടിക്കെട്ട് കഴിഞ്ഞ വർഷത്തെ പോലെ നടത്താമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ ധാരണ. തൃശൂരിൽ 30 ഏക്കർ സ്ഥലത്ത് വെടിക്കോപ്പ് നിർമ്മാണം ആരംഭിക്കാനും തീരുമാനം. കർഷകരുടെ ആശങ്കയൊഴിഞ്ഞു. വേലിപ്പാടം പാടശേഖരത്തിലെ ടൺ കണക്കിന് നെല്ല് സപ്ലൈകോ ഏറ്റെടുത്തു. നടപടി TCV വാർത്തയെ തുടർന്നു. വേനൽ രൂക്ഷമായതോടെ ജില്ലയിൽ ചിക്കൻ പോക്സ് പടരുന്നു. വിപുലമായ മുന്നൊരുക്കങ്ങളുമായി ആരോഗ്യവകുപ്പ്. ചുവപ്പുനാടയിൽ കുരുങ്ങി. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട നിർമ്മാണ പദ്ധതി. നിർമ്മാണോദ്ഘാടനം നടത്തി വർഷങ്ങളായിട്ടും പദ്ധതി അനാഥാവസ്ഥയിൽ. ഇരിങ്ങാലക്കുട കനാൽ ബേസ് കോളനിയിൽ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി പിടിയിൽ. എറണാകുളത്ത് നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ 2 അംഗ സംഘത്തെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ നൂലുവള്ളി പാടശേഖരത്തിൽ ഉൾപ്പെട്ട ആലുക്കപ്പാടത്ത് മുണ്ടകൻ കൃഷി ഉണങ്ങി. നൂലുവള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ നിന്ന് വെള്ളം കിട്ടാതായതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കർഷകർ. തൃശൂർ പൂരം വെടിക്കെട്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തനിമയും പ്രൗഢിയും ചോർന്നുപോകാതെ നടത്താൻ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിൽ ധാരണയായി. പൂരം നടത്തിപ്പ് സംബന്ധിച്ച് തൃശൂർ MLA കൂടിയായ മന്ത്രി VS സുനിൽകുമാറിന്റെ താൽപര്യപ്രകാരമാണ് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നത്. മന്ത്രിമാരായ AC മൊയ്തീൻ, C രവീന്ദ്രനാഥ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. പൂരം നടത്തിപ്പിന് ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് മന്ത്രിമാർ ഉറപ്പ് നൽകി. കളക്ടർ, ഉന്നത ഉദ്യോഗസ്ഥർ, ദേവസ്വം ഭാരവാഹികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി നേരത്തെ തന്നെ വെടിക്കെട്ടിന് ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവിന്റെ അനുമതി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കും. വെടിക്കെട്ട് ഒരുക്കുന്നവർക്ക് ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ് ഡോക്ടർ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സാങ്കേതിക പരിശീലനം നൽകാനും തീരുമാനമായി. KSIDCയുടെ കീഴിൽ തൃശൂരിൽ കണ്ടെത്തിയ 30 ഏക്കർ സ്ഥലത്ത് വെടിക്കോപ്പ് നിർമ്മാണശാല ആരംഭിക്കുന്നത് സംബന്ധിച്ച് നടപടികൾ ത്വരിതപ്പെടുത്താൻ യോഗം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. അതേസമയം മറ്റുത്സവങ്ങൾക്കും പള്ളി പെരുന്നാളുകൾക്കും നിശ്ചിത മാനദണ്ഡമനുസരിച്ച് അംഗീകൃത വെടിക്കോപ്പുകൾ ഉപയോഗിക്കാമെന്നും യോഗത്തിൽ ധാരണയായി. വെടിക്കെട്ടിനുള്ള സാമഗ്രികൾ വാങ്ങിയതിന്റെ ബിൽ സഹിതം കളക്ടർക്ക് അപേക്ഷ നൽകണം. കളക്ടറുടെ അനുമതിയോടെ വെടിക്കെട്ട് നടത്താം. സുരക്ഷാ പരിധി പാലിക്കണമെന്നും യോഗത്തിൽ തീരുമാനിച്ചു. TCV തൃശൂർ. TCV വാർത്ത തുണയായി. കർഷകരുടെ ആശങ്കയൊഴിഞ്ഞു. കൊയ്ത്ത് കഴിഞ്ഞ് 1.5 ആഴ്ച പിന്നിട്ടിട്ടും സംഭരിക്കാതിരുന്ന വേലിപ്പാടം പാടശേഖരത്തിലെ ടൺ കണക്കിന് നെല്ല് സപ്ലൈകോ ഏറ്റെടുത്തു. നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾക്ക് സപ്ലൈകോ ചുമതല നൽകാൻ വൈകിയതാണ് പ്രതിസന്ധിക്ക് കാരണമായിരുന്നത്. സപ്ലൈകോയുടെ അനാസ്ഥയിൽ നെല്ല് സംഭരണം വൈകിയതിനെ തുടർന്ന് പാടശേഖരത്തിൽ മഞ്ഞും വെയിലും കൊണ്ടുകിടന്ന നെല്ലിന് കാവൽ നിൽക്കേണ്ടി വന്ന കർഷകരെക്കുറിച്ച് TCV വാർത്ത നൽകിയതോടെയാണ് നടപടികൾ വേഗത്തിലായത്. നെല്ല് സംഭരണം വൈകിയതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ വസ്തുത പൊതുസമൂഹത്തെയും അധികാരികളെയും അറിയിച്ച TCV ചാനലിന് ആദ്യമായിട്ട് വേലിപ്പാടം പാടശേഖര സമിതിയുടെ കർഷകരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അങ്കമാലിയിലെ സ്വകാര്യ മില്ലാണ് സപ്ലൈകോയ്ക്ക് വേണ്ടി നെല്ല് സംഭരിച്ചത്. 50-ലേറെ കർഷകരുടെ നെല്ല് 2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും സംഭരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ചൊവ്വാഴ്ച 2 ലോഡ് നെല്ല് സംഭരിച്ചു. 25 രൂപ 30 പൈസയ്ക്കാണ് 1 കിലോഗ്രാം നെല്ല് സംഭരിക്കുന്നത്. ഈ തുക കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിൽ സപ്ലൈകോ നിക്ഷേപിക്കും. കൊയ്ത്തിന് പാകമായ മറ്റ് പാടശേഖരങ്ങളിലെ കർഷകരെ ആശങ്കയിലാക്കാതെ നെല്ല് സംഭരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് വേലൂപ്പാടം പാടശേഖര സമിതിയുടെ ആവശ്യം. TCV പുതുക്കാട്. വേനൽ രൂക്ഷമായതോടെ ജില്ലയിൽ ചിക്കൻ പോക്സ് പടരുന്നു. വിപുലമായ മുന്നൊരുക്കങ്ങളുമായി ആരോഗ്യവകുപ്പ്. ഫെബ്രുവരി മാസത്തെ 5 ദിവസത്തിനുള്ളിൽ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് 55 ചിക്കൻ പോക്സ് കേസുകൾ. ജനുവരിയിലാകെ 221 പേർക്ക് രോഗം ബാധിച്ചതിന് പുറമെയാണിത്. വായുവിലൂടെ പകരുന്നതിനാൽ കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് ആരോഗ്യവകുപ്പ്. ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ സേവനം പ്രയോജനപ്പെടുത്തി പുതുതായി ചിക്കൻ പോക്സ് ബാധിതരാകുന്നവരുടെ വിവരങ്ങൾ യഥാസമയം ശേഖരിക്കും. ചികിത്സയ്ക്കായി ജില്ലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും സജ്ജമായി കഴിഞ്ഞു. ചിക്കൻ പോക്സ് വന്നാൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വളരെ നല്ല ഒരു മരുന്ന് ഇതിനെതിരായിട്ടുണ്ട്. ആ മരുന്ന് കഴിക്കുകയാണെങ്കിൽ അസുഖത്തിൻ്റെ തീവ്രത കുറയ്ക്കാനും അതുപോലെ തന്നെ മരണം ഇല്ലാതാക്കാനും നമുക്ക് കഴിയും. ഒരു വീട്ടിലൊരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ അണു പകരുന്നത് വായുവിലൂടെയാണ്. അസുഖം വന്ന രോഗി പരിപൂർണമായും റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചികിത്സയ്ക്കുള്ള ആന്റിവൈറൽ അസൈക്ലോവിർ ഗുളികകൾ, വൈറ്റമിൻ ടാബ്ലറ്റുകൾ തുടങ്ങിയവ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി വിതരണം ചെയ്തിട്ടുണ്ട്.
ലക്ഷണങ്ങൾ കണ്ടാലുടൻ തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുന്നത് കുരുക്കൾ കൂടുതൽ വ്യാപിക്കാതിരിക്കാനും ഉള്ളവ വേഗം കരിഞ്ഞുണങ്ങുന്നതിനും സഹായിക്കും. ഈ അസുഖം വന്നിട്ടുള്ള രോഗിക്ക് പ്രതിരോധ ശക്തി കുറവായിരിക്കും എന്നുള്ളതിനാൽ തന്നെ മറ്റുള്ളവരുമായി സമ്പർക്കം കൂടുതൽ വന്നാൽ അവർക്കുള്ള എന്തെങ്കിലും അസുഖം ഈ രോഗിക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ചിക്കൻ ബോക്സ് വരുന്നവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അസുഖങ്ങൾ, അതായത് ഡയബറ്റിസ് പോലെയുള്ള ജീവിതശൈലീ രോഗങ്ങളുള്ളവർക്ക് തീവ്രത കൂടാനും മരണത്തിലേക്ക് പോകാനും വളരെ കൂടുതൽ സാധ്യതയാണുള്ളത്. ദിവസത്തിൽ 2 നേരം കുളിക്കാവുന്നതാണ്. നേരിയ ചൂടുള്ള വെള്ളത്തിൽ ആൻറ്റിസെപ്റ്റിക്കുകൾ കലർത്തിയ വെള്ളം ഉപയോഗിച്ചിട്ട് അധികം തേച്ച് കുരുക്കൾ പൊട്ടിക്കാതെ ഉള്ള കുളി, ഒരല്പം മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ധാരാളം വെള്ളവും എളുപ്പം ദഹിക്കാവുന്ന ഭക്ഷണവും പഴവർഗ്ഗങ്ങളും വൈറ്റമിൻ സി അടങ്ങിയ പച്ചക്കറികളും രോഗി കഴിക്കേണ്ടതുമാണ്. ആന്റിസെപ്റ്റിക് ലോഷൻ ഉപയോഗിച്ച് 2 നേരവും കുളി, ധാരാളം വെള്ളം കുടിക്കൽ, പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ കനം കുറഞ്ഞ ഭക്ഷണരീതി തുടങ്ങിയവ അസുഖബാധിതർ പാലിക്കണം. അതേസമയം പ്രതിരോധശേഷി കൂടുതലുള്ളവർ ചിക്കൻ പോക്സ് ബാധിതരാകാനുള്ള സാധ്യത കുറവാണ്. ചിക്കൻ പോക്സ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം ആവശ്യമായ പരിശീലനം ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ നൽകി കഴിഞ്ഞു. ജില്ലയിലെ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ആരോഗ്യ സന്ദേശ യാത്രകളും പൂർത്തിയായിട്ടുണ്ട്. TCV തൃശൂർ. ചുവപ്പുനാടയിൽ കുരുങ്ങി വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട നിർമ്മാണ പദ്ധതി നിർമ്മാണോദ്ഘാടനം നടത്തി വർഷങ്ങളായിട്ടും പുതിയ കെട്ടിടത്തിനായി ഒരു കല്ല് പോലും സ്ഥാപിക്കാനായില്ല. കഴിഞ്ഞ UDF സർക്കാരിന്റെ അവസാന കാലത്ത് നടത്തിയ ഉദ്ഘാടന പ്രഹസനങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ് ഈ പദ്ധതി. 2005 ഒക്ടോബർ 2 അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. വാടാനപ്പള്ളി ധന്യ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടന ചടങ്ങ് നടന്നതല്ലാതെ പദ്ധതിയുടെ തുടർ നടപടികളെല്ലാം ചുവപ്പുനാടയിൽ കുരുങ്ങുകയായിരുന്നു. പോലീസ് സ്റ്റേഷനു വേണ്ടി സൗജന്യമായി ലഭിച്ച സ്ഥലം നികത്താനാകില്ലെന്ന റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടാണ് പദ്ധതിക്ക് പാരയായത്. പദ്ധതിക്കായി രൂപരേഖ തയ്യാറാക്കാതെയും അനുമതി ലഭ്യമാക്കാതെയും തിടുക്കത്തിൽ ഉദ്ഘാടന പ്രഹസനം നടത്തുകയായിരുന്നുവെന്ന് നേർക്കാഴ്ച സംഘടന ആരോപിക്കുന്നു. പിന്നീട് 5860 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കാനുദ്ദേശിക്കുന്ന സ്റ്റേഷൻ കെട്ടിടത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കാര്യമായ ഇടപെടലൊന്നും ഉണ്ടായില്ലെന്നും വിവരാവകാശ രേഖകളിൽ നിന്നും വ്യക്തമാകുന്നു. സ്റ്റേഷനു വേണ്ടി കണ്ടെത്തിയ ഭൂമിയിൽ മണ്ണ് പരിശോധനയുടെ പേരിൽ 59,000 രൂപ ചിലവഴിച്ചിരുന്നു. PA മാധവൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപയും സർക്കാർ ഫണ്ടായി 42 ലക്ഷവും അടക്കം 82 ലക്ഷം രൂപയായിരുന്നു പദ്ധതിയുടെ ആകെ ബജറ്റ്. ഇതിൽ 42 ലക്ഷം കേരള പോലീസ് ഹൗസിംഗ് ബോർഡിന് കൈമാറിയതായും രേഖകളിൽ വിശദമാക്കുന്നു. അതേസമയം പദ്ധതിക്കായി കണ്ടെത്തിയ സ്ഥലം അനുയോജ്യമല്ലെന്ന് ബോധ്യമായതിനാൽ പകരം സ്ഥലം അന്വേഷിക്കുകയാണെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. പഴകി ദ്രവിച്ച പഴയ കെട്ടിടത്തിൽ ഹെൽമറ്റ് ധരിച്ച് ജോലി ചെയ്യേണ്ട അവസ്ഥയായിരുന്നു അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീഴുന്നത് പതിവായതോടെ സ്വകാര്യ പങ്കാളിത്തത്തോടെ കെട്ടിടം നവീകരിക്കാൻ പോലീസ് തന്നെ മുൻകൈയെടുക്കുകയായിരുന്നു. താൽക്കാലികമായി കെട്ടിടം നവീകരിച്ചെങ്കിലും പുതിയ കെട്ടിടത്തിനായി തയ്യാറാക്കിയ രൂപരേഖയും സ്ഥലവും പദ്ധതിയും ഇപ്പോഴും അനാഥാവസ്ഥയിൽ തന്നെയാണ്. TCV ന്യൂസ് തൃശൂർ. ഇരിങ്ങാലക്കുട കനാൽ ബേസ് കോളനിയിൽ മോന്തച്ചാലിൽ വിജയനെ വെട്ടിക്കൊലപ്പെടുത്തുകയും പ്രായമായ 2 സ്ത്രീകളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ മുഖ്യപ്രതി പിടിയിൽ. കാരളം പുല്ലത്തറ സ്വദേശി മഞ്ഞനംകട്ടിൽ കുറുക്കൻ സുജിത്ത് എന്ന് വിളിക്കുന്ന സുജിത്തിനെയാണ് ഇരിങ്ങാലക്കുട CI MK സുരേഷ് കുമാറും SI CV ബിബിനും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കേസിലെ 13ഓളം പ്രതികളെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഫേമസ് വർഗീസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ പിടികൂടിയിരുന്നു. കൊലപാതകം ആസൂത്രണം ചെയ്തതും പ്രതികൾക്ക് ആവശ്യമായ ആയുധങ്ങൾ തന്റെ ഓട്ടോറിക്ഷയിൽ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചു കൊടുത്തതും ഓട്ടോ ഡ്രൈവറായ കുറുക്കൻ സുജിത്ത് ആയിരുന്നു. കൂട്ടുപ്രതികൾ പിടിയിലായതറിഞ്ഞ സുജിത്ത് എറണാകുളത്തും ചോറ്റാനിക്കരയിലും രഹസ്യമായി താമസിച്ചു വരികയായിരുന്നു. ഇയാൾക്കെതിരെ 10ഓളം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. അന്വേഷണ സംഘത്തിൽ CPOമാരായ AK മനോജ്, രാകേഷ് പൊറ്റേക്കാട്ട്, അനൂപ് ലാലൻ, വൈശാഖ് മംഗലൻ, സുനിൽകുമാർ, ഫൈസൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ എറണാകുളത്ത് നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘം ചാലക്കുടി പോലീസിന്റെ പിടിയിലായി. നിലമ്പൂർ അകമ്പാടം സ്വദേശി കറുവണ്ണി വീട്ടിൽ റിൻഷാദ്, കണ്ണൂർ സ്വദേശി അജയ് എന്ന കെവിൻ മൈക്കിൾ എന്നിവരെയാണ് പോട്ട പാപ്പാളി ജംഗ്ഷനിൽ വെച്ച് ചാലക്കുടി CI J മാത്യുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ദേശീയപാതയിലൂടെ ഒരു കാറിൽ ഒരു യുവാവിനെ ബന്ധനസ്ഥനാക്കി കൊണ്ടുവരുന്നതായുള്ള രഹസ്യവിവരം കിട്ടിയതനുസരിച്ച് ഹൈവേ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. പോലീസ് പരിശോധനയ്ക്കിടെ നിർത്താതെ പോകുവാൻ ശ്രമിച്ച കാർ പോലീസ് സംഘം സാഹസികമായി തടയുകയായിരുന്നു. കാറിന്റെ മുൻ സീറ്റിലിരുന്ന യുവാവിനെ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് സീറ്റിൽ വരിഞ്ഞുകെട്ടിയ നിലയിലായിരുന്നു. കോഴിക്കോട് സ്വദേശിയായ മനു അലക്സ് എന്ന യുവാവിനെയാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോയത്. SI VS വത്സകുമാർ, ASI അനീഷ് കുമാർ, സീനിയർ CPOമാരായ മുഹമ്മദ് റാഫി, ബൈജു PM, ഷൈജു, ഹോംഗാർഡ് ജോസ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്.
ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. മറ്റത്തൂർ കൃഷിഭവന് കീഴിലെ നൂലുവള്ളി പാടശേഖരത്തിൽ ഉൾപ്പെട്ട ആലുക്കപ്പാടത്ത് വെള്ളം കിട്ടാതെ മുണ്ടകൻ കൃഷി ഉണങ്ങി. നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് കർഷകർ. മന്ദരപ്പള്ളി നൂലുവള്ളി റോഡിനോട് ചേർന്നുള്ള 50 പറയോളം നിലത്തിലെ മുണ്ടകൻ കൃഷിയാണ് വെള്ളം കിട്ടാതെ നശിച്ചത്. നൂലുവള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ നിന്ന് വെള്ളം കിട്ടാതായതാണ് കൃഷി ഉണങ്ങാൻ കാരണമായതെന്ന് നൂലുവള്ളി പാടശേഖര സമിതി അംഗമായ ശിവൻ തണ്ടാശ്ശേരി പറഞ്ഞു. ഈ കാണുന്ന 100 പറക്കി നിലം ഒന്നും ലഭിക്കാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. കതിര് വന്ന് ചിലതൊക്കെ കതിര് വന്നിട്ട് കതിര് ഉണങ്ങിപ്പോയി. മറ്റ് എല്ലാ വിധത്തിലുള്ള നഷ്ടങ്ങളും കർഷകർക്ക് സംഭവിച്ചു. പലരും ലോണെടുത്തും പ്രളയശേഷം ലോണെടുത്തും മറ്റുള്ള രീതിയിലാണ് കൃഷി ചെയ്തത്. 1.5 മാസത്തോളമായി പാടശേഖരത്തിൽ ജലസേചനം നടന്നിട്ടില്ല. വാസുപുരം വലിയ തോടിന്റെ കരയിലുള്ള നൂലുവള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ മോട്ടോർ തകരാറിലായതാണ് പാടശേഖരത്തിലേക്കുള്ള പമ്പിംഗ് തടസ്സപ്പെടാൻ കാരണമായതെന്ന് പറയുന്നു. വെള്ളമില്ലാത്തതിനാൽ വളർച്ചയെത്താതെ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ്. സമീപത്തെ നിലങ്ങളിൽ ഇതോടൊപ്പം ഇറക്കിയ മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്ത് നടക്കുകയാണിപ്പോൾ. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം അനുവദിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV കൊടകര. മൂർഖനിക്കരയിൽ കോടികളുടെ കുറിത്തട്ടിപ്പ്, പണമിടപാടുകാരൻ മുങ്ങിയതായി പരാതി. മൂർഖനിക്കര സെന്ററിൽ സ്റ്റേഷനറി കടയോടനുബന്ധിച്ച് പണമിടപാട് നടത്തിവന്നിരുന്ന കൊഴുക്കുള്ളി സ്വദേശി പാണിങ്കാടൻ ജോയിയാണ് മുങ്ങിയത്. 10,000, 25,000 ലക്ഷം രൂപയുടെ മാസക്കുറിയും ആഴ്ചക്കുറിയുമാണ് ഇയാൾ നടത്തിവന്നിരുന്നത്. 400ഓളം ഇടപാടുകാരാണ് കുറിയിൽ ചേർന്നിരുന്നത്. കഴിഞ്ഞ ഡിസംബർ മുതൽ കുറി വട്ടമെത്തിയവർക്ക് പണം നൽകാതെ പലതവണ ഇടപാടുകാരോട് അവധി പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയായിരുന്നു. നാട്ടുകാർ കൂടുതൽ പേർ പണം ചോദിച്ചെത്തിയതോടെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി മുതൽ ജോയിയും കുടുംബവും ഒളിവിലാണ്. പറഞ്ഞത് പാസ്ബുക്കുള്ള ആൾക്കാരുടെ വെച്ച കാശ് ജെന്യുവിനായിട്ട് അതെന്താണോ അത് എഴുതിയെടുക്കാൻ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചീറ്റിംഗ് കേസ് കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം ഇതിന് ലൈസൻസോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു ഗ്രാമത്തിലെ ഒരു 3 പഞ്ചായത്ത് ഇതിൽ പെട്ടിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂർഖനിക്കര സെന്ററിലെ ജോയിയുടെ സ്റ്റേഷനറി കട അടച്ചിട്ടിരുന്നു. കൊഴുക്കുള്ളിയിലെ വീട് പൂട്ടിയിട്ട നിലയിലാണ്. ഭാര്യ മാഗിയുമായി ചേർന്നാണ് കുറിയിടപാട് നടത്തിവന്നിരുന്നതെന്ന് നാട്ടുകാർ മണ്ണുത്തി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പ്രതി മുങ്ങിയതറിഞ്ഞ് സ്ത്രീകളടക്കം നിരവധി നാട്ടുകാരാണ് പണമിടപാട് നടത്തിവന്നിരുന്ന സ്റ്റേഷനറി കടയ്ക്ക് മുന്നിൽ തടിച്ചുകൂടിയത്. ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളും കുറി തട്ടിപ്പിന് ഇരയായതായി നാട്ടുകാർ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. വിയൂർ സെൻട്രൽ ജയിലിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ തടവുകാരനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കി. ജയിലിലെ C ബ്ലോക്ക് കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ഷാജി എന്ന തടവുകാരനെയാണ് താഴെയിറക്കിയത്. വിവിധ മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ജയിൽ ഉദ്യോഗസ്ഥരും ചേർന്ന് തടവുകാരനെ കെട്ടിടത്തിന് മുകളിൽ കയറി അനുനയിപ്പിച്ച് താഴെയിറക്കി. കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് കൊലക്കേസ് പ്രതി തടവ് ചാടിയിരുന്നു. ജയിലിന് സമീപത്തെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഇയാൾ ജയിൽ ചാടിയത്. ഇയാൾക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. അതേസമയം തടവുപുള്ളി ജയിൽ ചാടിയ സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും സൂചനയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സൈബർ പോർമുഖം തുറന്ന് രാഷ്ട്രീയ പാർട്ടികൾ. സമൂഹ മാധ്യമങ്ങളിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കാമെന്ന തിരിച്ചറിവിലാണ് സൈബർ യുദ്ധം തീവ്രമാകുന്നത്. ചുവരെഴുത്ത്, ബാനർ, ലഘുലേഖകൾ, പോസ്റ്റർ പ്രചരണം, മൈക്കിലൂടെ വിളിച്ചു പറയൽ തുടങ്ങിയ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രീതികൾ മാറുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഡിജിറ്റൽ പ്രചരണത്തിലാണ് പിടിമുറുക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രത്യേക സൈബർ സേനയ്ക്ക് തന്നെ ഇവർ രൂപം നൽകി കഴിഞ്ഞു. CPM-നും കോൺഗ്രസിനും BJP-ക്കും സൈബർ ടീമുണ്ട്. മുഴുവൻ സമയ പ്രവർത്തകരും അല്ലാതെ പ്രവർത്തിക്കുന്നവരുമുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ വോളണ്ടിയേഴ്സിനെ ക്ഷണിച്ചിരുന്നു. പാർട്ടി കൈവരിച്ച നേട്ടം, മറ്റുള്ള പാർട്ടികളിലെ വീഴ്ചകൾ, ജയിച്ചാൽ നടപ്പാക്കുന്ന വാഗ്ദാനങ്ങൾ തുടങ്ങിയവ
ജനങ്ങളിലെത്തിക്കുകയാണ് സൈബർ ടീമിന്റെ പ്രവർത്തനം. ചിത്രങ്ങൾ, ചെറിയ വീഡിയോ ക്ലിപ്പുകൾ തുടങ്ങിയവയാണ് പ്രചരിപ്പിക്കുന്നത്. ഇതിന് പ്രധാനമായും കൂട്ടുപിടിക്കുന്നത് ചലച്ചിത്രങ്ങളെയാണ്. സിനിമയിലെ രംഗങ്ങൾ ചിത്രമായും ചെറിയ വീഡിയോ ആയും പ്രചരിപ്പിക്കും. സന്ദേശം സിനിമാ രംഗങ്ങളാണ് ട്രോൾ തയ്യാറാക്കുന്നതിൽ മുന്നിലുള്ളത്. കമ്പ്യൂട്ടറിനെ പറ്റി ഒരക്ഷരം മിണ്ടരുതെന്ന് ഒരു വിഭാഗം ട്രോളുമ്പോൾ ഉരുളക്കുപ്പേരി പോലെ മറു ട്രോൾ ഉടൻ പുറത്തിറങ്ങും. ഒരു വരിയിലൂടെ കുറിക്കുകൊള്ളുന്ന പോസ്റ്റുകൾ തയ്യാറാക്കി പ്രചരിപ്പിക്കുമ്പോൾ വോട്ടർമാരെ സ്വാധീനിക്കാമെന്നാണ് സൈബർ ടീമുകളുടെ കാഴ്ചപ്പാട്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും ട്വിറ്ററിലുമെല്ലാം ഇത്തരം ഗ്രൂപ്പുകൾ സജീവമാവുകയാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ. TCV, തൃശൂർ. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ജോൺ എന്ന കീഹോൾ ജോണിനെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. തിങ്കളാഴ്ച രാത്രി എങ്കക്കാട് പരിസരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. പാലാരിവട്ടം സ്വദേശിയായ ഇയാളുടെ പേരിൽ നിരവധി മോഷണ കേസുകളുണ്ട്. ഇയാളുടെ ബാഗിൽ നിന്ന് മോഷണത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലെ പാർക്കിന്റെ പ്രവേശന കവാടത്തിൽ ലൈറ്റുകൾ കത്തുന്നില്ല. പടവുകൾ കാണാതെ വീണ് 6 വയസ്സുകാരന് തലയ്ക്ക് സാരമായി പരിക്കേറ്റു. തൊട്ടാപ്പ് ഐനിക്കൽ ജലാൽ ജസീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് ആദിലിനാണ് പരിക്കേറ്റത്. കുട്ടിയെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും മുതുവട്ടൂർ രാജ ആശുപത്രിയിലും പിന്നീട് തൃശൂർ അശ്വിനി ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. തലയിൽ 10 തുന്നൽക്കെട്ടുകൾ വേണ്ടിവന്നു. കുട്ടിയുമായി ആദ്യം താലൂക്ക് ആശുപത്രിയിലെത്തിയപ്പോൾ അടിയന്തര ചികിത്സ പോലും ലഭിച്ചില്ലെന്ന് വീട്ടുകാർ പരാതിപ്പെട്ടു. വിവാദങ്ങൾ വിട്ടൊഴിയാതെ ഗുരുവായൂർ അർബൻ ബാങ്ക് ഭരണസമിതി. വ്യാഴാഴ്ച ചുമതലയേൽക്കുന്ന ഭരണസമിതിയിൽ ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച് തർക്കം രൂക്ഷം. KPCC ജനറൽ സെക്രട്ടറി V. ബാലറാം, മുൻ ബാങ്ക് ചെയർമാൻമാരായ P. യതീന്ദ്രദാസ്, V. വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് ഉയരുന്നത്. ഇത് സംബന്ധിച്ച് തർക്കങ്ങൾ മുറുകുമ്പോഴും അന്തിമ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. വൈസ് ചെയർമാൻ സ്ഥാനം ലീഗിന് നൽകണം എന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. 15 സീറ്റുകളിൽ കോൺഗ്രസ് I ഗ്രൂപ്പിന് 7ഉം A ഗ്രൂപ്പിന് 6ഉം മുസ്ലിം ലീഗിന് 2ഉം സീറ്റുകളാണ് ഉള്ളത്. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ബാങ്ക് കോൺഫറൻസ് ഹാളിലാണ് ചെയർമാൻ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ്. വിയ്യൂർ ജയിലിൽ നിന്ന് തടവുകാരൻ രക്ഷപ്പെട്ട സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. ജയിൽ DIG സാം അലക്സാണ്ടറിന്റെ നേതൃത്വത്തിലാണ് വകുപ്പുതല അന്വേഷണം നടക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ജയിൽ സൂപ്രണ്ട്, വാർഡന്മാർക്കെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജയിൽ DIGക്ക് കൈമാറിയിരുന്നു. വധക്കേസിൽ റിമാൻഡ് പ്രതിയായ എറണാകുളം പുത്തൻകുരിശ് സ്വദേശി രഞ്ജനാണ് കഴിഞ്ഞ ഞായറാഴ്ച രക്ഷപ്പെട്ടത്. പ്രതിയുടെ എറണാകുളത്തെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലും പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. വിയ്യൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. സദാചാര വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് CPMന്റെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെ മർദ്ദിച്ച കേസിൽ 4 യുവാക്കളെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഏങ്ങണ്ടിയൂർ ചേറ്റുവ സ്വദേശികളായ തേർവീട്ടിൽ അനൂപ്, പണിക്കവീട്ടിൽ ഷഫീർ, കോറോത്ത് നിഖിൽ, രായമരക്കാർ വീട്ടിൽ ഫാസിൽ എന്നിവരെയാണ് വാടാനപ്പള്ളി SI MK രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ജനുവരി 29-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ചേറ്റുവ ഡിവിഷൻ അംഗം NR ഗണേഷിനെ ഒരു വീട്ടിൽ നിന്നും പിടിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. ആരോപണ വിധേയനായ ഗണേഷിനെ CPM കുണ്ടലിയൂർ ലോക്കൽ കമ്മിറ്റി സസ്പെൻഡ് ചെയ്തിരുന്നു. ഗണേഷ് തന്റെ രാജിക്കത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ ആക്രമിച്ച സംഭവത്തിൽ ഗണേഷ് നൽകിയ പരാതിയിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേസിൽ കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം സംഭവത്തിന് ദൃക്സാക്ഷിയായ വീട്ടമ്മയുടെ മറ്റും മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. അഡീഷണൽ SI PM സാദിഖ് അലി, സീനിയർ CPO അജയൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. വീണ്ടും ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തകളിലേക്ക്. കാലിക്കറ്റ് സർവകലാശാല പുരുഷ വിഭാഗം സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 43 പോയിന്റോടെ തൃശൂർ സെന്റ് തോമസ് കോളേജ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. 34 പോയിന്റുമായി പുതുക്കാട് പ്രചോദി നികേതൻ കോളേജ് റണ്ണേഴ്സ് അപ്പായി. സെന്റ് തോമസ് കോളേജിലെ ആൽബിൻ ജോയ് വ്യക്തിഗത ചാമ്പ്യനായി. സെന്റ് തോമസ് കോളേജ് തോപ്പ് സ്റ്റേഡിയത്തിൽ നടത്തിയ ചാമ്പ്യൻഷിപ്പ് മുൻ ദേശീയ സൈക്ലിംഗ് താരം ഡോക്ടർ സെബി ജോസ് ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ നിന്നായി 50-ലധികം സൈക്ലിംഗ് താരങ്ങളാണ് വ്യക്തിഗത ടീം മത്സരത്തിൽ പങ്കെടുത്തത്. സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇഗ്നീഷ്യസ് ആന്റണി സമ്മാനദാനം നിർവഹിച്ചു. യൂണിവേഴ്സിറ്റി ടീമംഗങ്ങളായി 6 പേരെ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തിരഞ്ഞെടുത്തു.
കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള ദേശീയ പുസ്തകോത്സവവും എഴുത്തരങ്ങ് സാംസ്കാരികോത്സവവും തൃശൂരിൽ തുടരുന്നു. പുസ്തകോത്സവത്തിന്റെ 4ാം ദിനത്തിൽ പുസ്തക പ്രകാശനം, പ്രഭാഷണങ്ങൾ എന്നിവ നടന്നു. പ്രൊഫസർ എസ് ഗുപ്തൻ നായരെക്കുറിച്ച് ഡോക്ടർ പി.വി. കൃഷ്ണൻ നായരും എൻ.എൻ. പിള്ളയെക്കുറിച്ച് ജോൺ പോളും ജന്മശതാബ്ദി പ്രഭാഷണങ്ങൾ നടത്തി. ചിന്താവിഷ്ടയായ സീതയുടെ 100 വർഷങ്ങൾക്ക് ശേഷം മലയാളി സ്ത്രീത്വം എന്ന വിഷയത്തിൽ അക്കാദമി അംഗം മങ്ങാട് ബാലചന്ദ്രന്റെ അധ്യക്ഷതയിൽ മറ്റൊരു പ്രഭാഷണവും നടന്നു. തുടർന്ന് ഫോക്ലോർ അക്കാദമിക്ക് വേണ്ടി കൊച്ചിൻ ചവിട്ട് നാടക കളരി അവതരിപ്പിച്ച ജൂലിയസ് സീസർ എന്ന ചവിട്ട് നാടകവും അരങ്ങേറി. നിരവധി പേരാണ് നാടകം വീക്ഷിക്കാനായി എത്തിയത്. ശ്രീരാമവർമ്മ ഗവൺമെന്റ് മ്യൂസിക് കോളേജിൽ സാധന ഷോർട്ട് ടേം പ്രോഗ്രാം ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവലിന് തുടക്കമായി. തൃശൂർ മോഡൽ ഗേൾസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത വീണവിദ്വാൻ അനന്തപത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് സ്പെഷ്യൽ ഓഫീസർ വി സനൽകുമാർ അധ്യക്ഷത വഹിച്ചു. സ്വാതി തിരുനാൾ സംഗീത കോളേജ് മേധാവി ഡോക്ടർ വി.ടി. സുനിൽ, മോഡൽ ഗേൾസ് സ്കൂൾ പ്രധാന അധ്യാപിക ലതാദേവി, കെ.എം. സുനിൽകുമാർ, വർഷ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ സംഗീത ലോകത്തെ പ്രഗത്ഭരായ കലാകാരന്മാർ പങ്കെടുക്കും. സംഗീത കോളേജിൽ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെയാണ് സാധന ഷോർട്ട് ടൈം പ്രോഗ്രാം മ്യൂസിക് ഫെസ്റ്റിവൽ നടത്തുന്നത്. കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിക്കുന്ന ഗ്രേ സംഘചിത്ര പ്രദർശനത്തിന് തുടക്കമായി. ജി.ആർ. ദേവു, പി.സി. ജെയിംസ് മോൻ, കെ.എസ്. രാഹുൽ ദേവ്, സംഗീത് ശിവൻ എന്നീ ചിത്രകാരന്മാരുടെ 50ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. പ്രകൃതിയും സമകാലിക സംഭവങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന രചനകളുമെല്ലാം ചിത്രപ്രദർശനത്തിന് മിഴിവേകുകയാണ്. ഞായറാഴ്ച ചിത്രപ്രദർശനത്തിന് സമാപനമാകും. ദേശീയപാതയിൽ ഇനി മുതൽ സൗരോർജ്ജ ലൈറ്റുകൾ പ്രകാശിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ പുഴയ്ക്കൽ മുതോറ റോഡിലും തിരൂരിലും സൗരോർജ്ജ ലൈറ്റുകൾ സ്ഥാപിച്ചു. ദേശീയപാത റോഡ് ഡിസൈനിന്റെ മാനുവൽ പ്രകാരം പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സൗരോർജ്ജ ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ പുഴയ്ക്കൽ മുതോറ റോഡിലും തിരൂരിലുമാണ് സൗരോർജ്ജ ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു സൗരോർജ്ജ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ 70,000 രൂപ വരെയാണ് ചിലവ് വരുന്നത്. ഗുജറാത്ത് കേന്ദ്രമായ കമ്പനിയിലാണ് സൗരോർജ്ജ ലൈറ്റ് സ്ഥാപിക്കുന്നത്. സൂര്യാസ്തമയം മുതൽ സൗരോർജ്ജ ലൈറ്റുകൾ തനിയെ പ്രകാശിക്കും. ദേശീയ റോഡ് ഡിസൈൻ മാനുവൽ പ്രകാരം വൈദ്യുതി ഉപയോഗിച്ചുള്ള തെരുവുവിളക്കുകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിനോടൊപ്പം ദേശീയപാതയിൽ വൈദ്യുതി കമ്പി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് കൂടി വേണ്ടിയാണ് സൗരോർജ്ജ ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. ജില്ലയിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ അനിൽ അക്കര എം.എൽ.എയുടെ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് സൗരോർജ്ജ തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്നത്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 7,20,00,000 രൂപ നബാർഡ് ധനസഹായം അനുവദിച്ച് ഉത്തരവായി. പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള നിലവിലെ സർക്കാർ ആശുപത്രിയെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനുള്ള നിരന്തര പരിശ്രമമാണ് നബാർഡ് ധനസഹായത്തിലൂടെ സാധ്യമായിരിക്കുന്നതെന്ന് മന്ത്രി എ.സി. മൊയ്തീൻ അറിയിച്ചു. 3 നിലകളോടുകൂടിയ പുതിയ കെട്ടിടമാണ് ഇതിലൂടെ നിർമ്മിക്കുക. കൂടാതെ ആശുപത്രി ജീവനക്കാർക്കും ഡോക്ടർമാർക്കുമുള്ള പ്രത്യേക ക്വാർട്ടേഴ്സുകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കും. പദ്ധതിക്ക് ആവശ്യമായ സാങ്കേതിക അനുമതിയും ടെൻഡർ നടപടികളും വേഗത്തിലാക്കി നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്ത് കാവ് ഭഗവതിക്ക് ദേവസ്വം വകയായി താലപ്പൊലി ആഘോഷിച്ചു. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ഉച്ചയ്ക്ക് വൈക്കം ചന്ദ്രന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെയും 3 ആനകളുടെയും അകമ്പടിയോടെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ കോലമേറ്റി. തിരിച്ചെഴുന്നള്ളിപ്പിന് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. തുടർന്ന് കരിമരുന്ന് പ്രയോഗവും നാഗസ്വരത്തിന്റെ അകമ്പടിയിൽ കുളപ്രദക്ഷിണവും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ കഴിഞ്ഞ 51 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന കളമ്പാട്ടിന് താലപ്പൊലിയോടെ സമാപനമായി. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, എം.ജി. റോഡ്, തൃശൂർ. ഇരിങ്ങാലക്കുട ബൈപ്പാസിൽ വീണ്ടും അപകടം. സംരക്ഷണ ഭിത്തിയില്ലാത്ത കനാലും തെരുവിളക്കുകൾ ഇല്ലാത്തതും അപകട കാരണമാകുന്നതായി ആക്ഷേപം. കൊടുങ്ങല്ലൂർ സ്വദേശി വിനോദും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാട്ടൂർ റോഡിൽ നിന്നും ബൈപ്പാസിലേക്ക് കയറിയ ഇവരുടെ കാർ മുൻ എം.എൽ.എയുടെ വീടിനടുത്തേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ സംരക്ഷണ ഭിത്തിയില്ലാത്ത കനാലിലേക്ക് മറയുകയായിരുന്നു. അപകടം നടന്ന ഉടൻ എത്തിയ നാട്ടുകാർ ഇവരെ പുറത്തിറക്കി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മാസങ്ങൾക്ക് മുൻപ് ബൈപ്പാസ് റോഡിൽ കായിക അധ്യാപിക ബസ്സിടിച്ച് മരിച്ചതിനെ തുടർന്ന് അടിയന്തരമായി തെരുവിളക്കുകൾ സ്ഥാപിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടും ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല. പ്രൊഫസർ പി. ശങ്കരൻ നമ്പ്യാർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ കാളിയത്ത് ദാമോദരൻ അനുസ്മരണവും സ്മാരക പുരസ്കാര സമർപ്പണവും തൃശൂരിൽ സംഘടിപ്പിച്ചു.
ഗവൺമെന്റ് ട്രെയിനിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരിയും വിവർത്തകയുമായ ഡോക്ടർ ഗീതാ കൃഷ്ണകുട്ടിക്ക് സതി ദാമോദരൻ പുരസ്കാരം സമർപ്പിച്ചു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ കൗമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ, സെക്രട്ടറി ഡോക്ടർ കെ പി മോഹനൻ, ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ വി കെ വിജയൻ, ഡോക്ടർ സി ശാന്തി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ലെപ്രസി സെൽ, കൊടുങ്ങല്ലൂർ നഗരസഭ, താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ത്വക്കുരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ കെ ആർ ജയത്രൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി വി റോഷ്, ജില്ലാ ലെപ്രസി ഓഫീസർ ഡോക്ടർ വി കെ മിനി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ബെനീഷ് ബാബു ക്യാമ്പിന് നേതൃത്വം നൽകി. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മാറ്റിയ പഴയ സാധനങ്ങൾ കടത്താൻ ശ്രമിച്ച പൊതുമരാമത്ത് കരാറുകാരന്റെ വാഹനം പിടികൂടി. ശസ്ത്രക്രിയാ തിയേറ്ററിൽ നിന്നും അറ്റകുറ്റപ്പണിക്ക് ശേഷം മാറ്റപ്പെട്ട സാധനങ്ങളാണ് കടത്താൻ ശ്രമിച്ചത്. സാമൂഹ്യ പ്രവർത്തകനായ തോമസ് പുത്തിരിയുടെ സഹായത്തോടെ മെഡിക്കൽ കോളേജ് സുരക്ഷാ വിഭാഗമാണ് വാഹനം പിടികൂടിയത്. സംഭവത്തെക്കുറിച്ച് പ്രിൻസിപ്പൽ സുരക്ഷാ വിഭാഗത്തോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വീണ്ടും പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം വെടിക്കെട്ട് കഴിഞ്ഞ വർഷത്തെ പോലെ നടത്താമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ ധാരണ. തൃശൂരിൽ 30 ഏക്കർ സ്ഥലത്ത് വെടിക്കോപ്പ് നിർമ്മാണശാല ആരംഭിക്കാനും തീരുമാനം. കർഷകരുടെ ആശങ്കയൊഴിഞ്ഞു. വേലുപ്പാടം പാടശേഖരത്തിലെ ടൺ കണക്കിന് നെല്ല് സപ്ലൈകോ ഏറ്റെടുത്തു. നടപടി TCV വാർത്തയെ തുടർന്ന്. വേനൽ രൂക്ഷമായതോടെ ജില്ലയിൽ ചിക്കൻ പോക്സ് പടരുന്നു. വിപുലമായ മുന്നൊരുക്കങ്ങളുമായി ആരോഗ്യവകുപ്പ്. ചുവപ്പുനാടയിൽ കുരുങ്ങി വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട നിർമ്മാണ പദ്ധതി. നിർമ്മാണോദ്ഘാടനം നടത്തി വർഷങ്ങളായിട്ടും പദ്ധതി അനാഥാവസ്ഥയിൽ. ഇരിങ്ങാലക്കുട കനാൽ ബേസ് കോളനിയിൽ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി പിടിയിൽ. എറണാകുളത്ത് നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ 2 അംഗ സംഘത്തെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ നൂലുവള്ളി പാടശേഖരത്തിൽ ഉൾപ്പെട്ട ആലുക്കപ്പാടത്ത് മുണ്ടകൻ കൃഷി ഉണങ്ങി. നൂലുവള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ നിന്ന് വെള്ളം കിട്ടാതായതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കർഷകർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം.